നമുക്കൊന്ന് യു പിയിലേക്ക് പോകണം. നമ്മുടെ ആദിൽ പാലൂടനെ നമ്മൾ യു പിയിലേക്ക് ഒരു സംഭവം ഉണ്ടായപ്പോഴാണ് വിട്ടത്. ഝാൻസി മെഡിക്കൽ കോളേജിൽ 10 നവജാത ശിശുക്കൾ വെന്തുമരിച്ച സംഭവത്തിൽ പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കുകയാണ്. സമാജ്വാദി പാർട്ടി മെഡിക്കൽ കോളേജ് ഉപരോധിച്ചു. യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് അപകടത്തിന് കാരണമെന്ന് സമാജ്വാദി കുറ്റപ്പെടുത്തുന്നു. പ്രതിഷേധക്കാരെ പോലീസ് അവിടെ നിന്ന് എത്തി നീക്കിയിട്ടുണ്ട്. ഝാൻസി മെഡിക്കൽ കോളേജിലാണ് ആദിൽ പാലൂടിന്റെ നേതൃത്വത്തിൽ റിപ്പോർട്ടർ വാർത്താ സംഘമുള്ളത്. ആദിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഝാൻസി മെഡിക്കൽ കോളേജിൽ 10 പിഞ്ചു കുഞ്ഞുങ്ങൾ വെന്തുമരിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ പ്രതിഷേധം ഉയരുകയാണ്. സമാജ്വാദി പാർട്ടിയുടെ പ്രതിഷേധമാണ് ഈ കാണുന്നത്. നമുക്ക് പ്രതികരണങ്ങളിലേക്ക് പോയാൽ विरोध का मांग क्या है? हम लोगों की सबसे पहले की मांग है कि जो यहाँ के प्रिंसिपल हैं, जो यहाँ के सीएमएस हैं और जो यहाँ के बच्चों के हेड ऑफ डिपार्टमेंट है, उनको बर्खास्त किया जाए कि ये 10-10 सालों से यहाँ बैठे हैं, पूरा भ्रष्टाचार मचा के रखा है। और इसी का अभी सरकार इतना प्रदर्शन कर रही थी, 1 साल पहले उसको इतना दर्शा रही थी कि हमने ये कर दिया वो कर दिया, वो 1 साल भी नहीं चल पाया। ये जो भ्रष्टाचार यहाँ पे इसकी जांच हो और इसकी जुडिशियल जांच हो। मेडिकल डिपार्टमेंट कोई काम किया है? बिल्कुल नहीं करते हैं। और हमारी समाजवादी पार्टी की सरकार की दिन में इसी मेडिकल कॉलेज में 500 बेड का अस्पताल दिया, जो कि अभी भी इन लोगों ने चालू नहीं किया है। अगर आज वो सुचारू रूप से चालू होता तो ऐसी घटना नहीं होती। और हम लोगों की मांग है कि सबसे पहले यहाँ के पूरे जो डिपार्टमेंट है उनको हटाया जाए। दूसरी बात यहाँ क्या है कि सबसे जो सरकारी डॉक्टर हैं वो प्राइवेट हॉस्पिटलों में अपनी सुविधाएं दे रहे हैं, यहाँ ध्यान नहीं देते हैं। ഇത് തന്നെയാണ് വലിയ രൂപത്തിലുള്ള പ്രതിഷേധം ഇവിടെ നടക്കുകയാണ്. ഝാൻസി മെഡിക്കൽ കോളേജിലാണ് ഈ വിധത്തിൽ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ സമാജ്വാദി പാർട്ടിയുടെ പ്രതിഷേധം ഈ നിലയിൽ തുടരുന്നത്. വലിയ രൂപത്തിൽ അത് നേതാക്കൾ, പ്രാദേശികമായുള്ള നേതാക്കൾ എത്തി പ്രതിഷേധിക്കുകയാണ്. നേരത്തെ സമാജ്വാദി പാർട്ടി അധികാരത്തിലിരുന്ന സമയത്ത് ആരോഗ്യ വകുപ്പിൽ ഇത്തരത്തിലുള്ള കെടുകാര്യസ്ഥതകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് വലിയ രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അതിന് പരിഹാരമുണ്ടാകണം. അഴിമതിയാണ് ഈ മെഡിക്കൽ കോളേജിൽ നടക്കുന്നത് എന്ന് ആക്ഷേപിച്ചുകൊണ്ടാണ് ഈ വിധത്തിലുള്ള പ്രതിഷേധം തുടരുന്നത്. വെള്ളിയാഴ്ച രാത്രി 10:30യോടെയാണ് ഝാൻസി മെഡിക്കൽ കോളേജിലെ സ്പെഷ്യൽ ന്യൂബോൺ കെയർ യൂണിറ്റിൽ തീപിടുത്തമുണ്ടാവുകയും 10 കുഞ്ഞുങ്ങൾ വെന്തു മരിക്കുകയും ചെയ്തതിൽ 3 കുഞ്ഞുങ്ങളെ തിരിച്ചറിയാൻ പോലും ആകാത്ത സ്ഥിതിയായിരുന്നു. ഇതിന് പരിഹാരമുണ്ടാകണം. ഇതിൽ കടുത്ത നടപടിയിലേക്ക് പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ SP വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഝാൻസി മെഡിക്കൽ കോളേജിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസന്നൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോഡ്, ഇൻ റിപ്പോർട്ടർ, ജാർഖണ്ഡ്.